പെബിൾസ് മലയാളം. നമസ്കാരം. നമ്മൾ ചെന്നൈ സിറ്റിക്കകത്തായിട്ടുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് VGPയുടെ മറൈൻ കിങ്ഡം എന്ന അക്വേറിയത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ VGPയുടെ മറൈൻ കിങ്ഡത്തിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. ടിക്കറ്റ് എടുത്ത് മുതിർന്നവർക്ക് 695 രൂപയും കുട്ടികൾക്ക് 595 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ വൈസിലാണ് എൻട്രി വരുന്നത്. എബവ് 125 cm 695 90 to 125 വരുന്നത് 595 ചാർജ് വരുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത ഭാഗത്തു നിന്നും മുൻപോട്ടേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണിത്. അപ്പോൾ റെയിൻ ഫോറസ്റ്റ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഭാഗത്തിൻ്റെ പേര്. കാർപ്പ് മത്സ്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് വ്യത്യസ്ത വലുപ്പത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഈ അക്വേറിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് ക്ലീനായിട്ടാണ് ഈ ഒരു അക്വേറിയം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു വേസ്റ്റും നമുക്കിതിൽ കാണാൻ കഴിയത്തില്ല. അപ്പം നമ്മുടെ വീട്ടിലെല്ലാം അക്വേറിയം ആകുമ്പോൾ നമ്മൾ എത്ര ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാലും നമുക്കതിൽ വേസ്റ്റുകൾ കാണാം. പക്ഷേ ഇതിൽ ഒരു വേസ്റ്റ് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. இவங்க என்ன மாதிரி வித்தை தான் காட்டுறாங்க. ஒரு வாட்டி போய் பாத்துருவோம் வாங்க. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഷോയാണ്. കടൽക്കന്യക എന്ന് പറയും ഇതിന്. അപ്പോൾ കടലിലുള്ള മത്സ്യകന്യകയെ പോലെ നീന്തി തുടിക്കുകയവർ. അപ്പോൾ പകുതി മനുഷ്യനും പകുതി മത്സ്യവും എന്ന വിധത്തിലാണ് നമുക്കിവരെ കാണാൻ കഴിയുന്നത്. ഈ ഒരു കാഴ്ച വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് നമുക്ക് നൽകുക. ജലത്തിന് അത്രയ്ക്ക് ഫ്ലെക്സിബിളായിട്ട് ഇവർ നീന്തുന്നത് ശരിക്കും മത്സ്യം നീന്തി തുടിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അടുത്തായിട്ട് തന്നെ കുട്ടികളെ കാണാം. അവർക്ക് ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഇത് നോക്കിക്കാണുന്നത്. ഇങ്ങനെയൊരു കാഴ്ച അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും. പകുതി മനുഷ്യനും പകുതി മത്സ്യരൂപവും അവർ കാണുന്നത് അവരുടെ ഒരു ആദ്യത്തെ അനുഭവമായിരിക്കുമല്ലോ. അതുകൊണ്ട് അവർ തൊട്ടരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുഞ്ഞു കുട്ടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ ഇവിടെ നിൽക്കുന്നതാണ്. മറ്റുള്ള കാഴ്ചകളെക്കാളും വർണ്ണ മത്സ്യങ്ങളുടെ ഒരു മായാലോകത്ത് അവർ ലയിച്ച് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം രക്ഷിതാക്കൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും അവർ ഉണ്ടാക്കുന്നില്ല. അവരിതിനകത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. മുൻപോട്ടേക്ക് പോകുന്നതനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സ്യങ്ങളെ നമുക്ക് ജീവനോടെ ഇവിടെ കാണാൻ കഴിയും. ഷാർക്ക്, അതുപോലെ തെരണ്ടി, അതുപോലുള്ള മത്സ്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. കടലിൻ്റെ അടിത്തട്ട് അതേപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുശേഷം ഇവിടെ മീനിന് ഫുഡ് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്.
ഫുഡുമായിട്ട് ആളുകൾ എത്തുമ്പോൾ എല്ലാ മീനുകളും ഇവിടെ എത്തിച്ചു തരുവാണ്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിതും. ചെറുതും വലുതുമായിട്ടുള്ള മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാം. അപ്പം തീറ്റ ഇവയ്ക്ക് നൽകുമ്പോൾ ഷാർക്ക്, തെരണ്ടി അതുപോലുള്ള മത്സ്യങ്ങളെല്ലാം ഇവിടെ എത്തുന്നുണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവയ്ക്ക് തീറ്റയായിട്ട് നൽകുന്നത് മത്സ്യങ്ങളെ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെയാണ് ഇവർ തീറ്റയായിട്ട് നൽകുന്നത്. അതിനുശേഷം നമ്മൾ മുൻപോട്ട് പോയപ്പോൾ മറ്റൊരു അക്വേറിയത്തിൻ്റെ മുൻപിലെത്തി. കടലിൻ്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങളെയാണ് നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെ ഒരു അക്വേറിയത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വർണ്ണ മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാണുന്നത് ഈൽ എന്ന മത്സ്യമാണ്. ഈ നമ്മുടെ മരത്തിൻ്റെ പൊത്തുപോലുള്ള സ്ഥലത്താണിത് നിൽക്കുന്നത്. അപ്പം ഇതിന് പാമ്പ് പോലെ നമുക്ക് പെട്ടെന്ന് ഇവയെ കണ്ടാൽ തോന്നും. അപ്പം ഈ കാണുന്നത് തിരണ്ടി മീനുകളുടെ ഒരു കൂട്ടമാണ്. ഈ ഒരു അക്വേറിയത്തിൽ മുഴുവൻ തിരണ്ടി മീനുകളാണ്. അതുപോലെ ലോബ്സ്റ്ററിനെ കാണാം. നമുക്ക് വ്യത്യസ്ത വലിപ്പത്തിലും വ്യത്യസ്ത നിറത്തിലുള്ള ലോബ്സ്റ്ററിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ടണലിലാണ്. ടണൽ അക്വേറിയത്തിൽ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ടണൽ അക്വേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂറ്റൻ ഷാർക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ നീന്തി തുടിക്കുകയാണ്. അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ നമ്മൾ എത്തിയ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ടണലിനുള്ളിലൂടെ നടക്കുമ്പോൾ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. കൂട്ടം കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. അവയെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട്. ടണലിനാകുമ്പോൾ നമുക്ക് അത്രയും അടുത്ത് നിന്ന് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയൊക്കെ ഇവ സഞ്ചരിക്കുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക്. അരമണിക്കൂറിലധികം സമയം നമ്മളിവിടെ ചിലവഴിച്ചു. അപ്പോൾ ഈ ഒരു കാഴ്ചയിൽ നമ്മൾ സമയം പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. അപ്പം VGPയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ടണൽ എന്ന് പറയുന്നത്. അക്വേറിയത്തിൽ കൂറ്റൻ മത്സ്യങ്ങളെ തൊട്ടരികിൽ നിന്ന് നമുക്ക് കാണാമെന്നതാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. എല്ലാ മത്സ്യങ്ങളുടെയും പേര് വിവരങ്ങൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഓരോ അക്വേറിയത്തിനടുത്തും ഇവർ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇതിലുള്ള മത്സ്യങ്ങളും അവയുടെ വിവരങ്ങളും എല്ലാം. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും കടൽ, ശുദ്ധജല മത്സ്യങ്ങൾ, ഇവയിൽ രണ്ടിലും വളരുന്ന ടൈപ്പ് മത്സ്യങ്ങൾ എന്നിവയെല്ലാം നമുക്ക് പ്രത്യേകമായി കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏരിയയാണിത്. അക്വേറിയത്തിൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പം നമ്മൾ ഫോട്ടോയിൽ അക്വേറിയത്തിന് നമ്മൾ ഉള്ളിൽ നിൽക്കുന്നത് പോലുള്ളൊരു ഫീലാണ് വരിക.
അപ്പം നമ്മൾ കുറച്ചും കൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ എലിവർഗ്ഗത്തിലുള്ളൊരു ജീവിയെ ഇവിടെ കാണാം. അപ്പം ആ ഒരു എലിവർഗ്ഗത്തിലുള്ള ജീവിയെ കണ്ട ശേഷം തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു ഒരു മനോഹരമായിട്ടുള്ള പക്ഷിയെ കാണാം. വെള്ള കളറിൽ തലയിലൊരു മഞ്ഞ തൊപ്പിയുള്ള മനോഹരമായിട്ടുള്ളൊരു പക്ഷി. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നമുക്കിവിടെ നമ്മൾ നേരത്തെ കണ്ട മത്സ്യകന്യകയുടെ കൂടെ നമുക്ക് സെൽഫി എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെന്നൈയിലെത്തുമ്പോൾ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് VGPയുടെ അക്വേറിയം. തീർച്ചയായിട്ടും സന്ദർശിക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചെന്നൈയിലുള്ള മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. പെബിൾസ് മലയാളം.